ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെയും ഇന്ത്യയിലെ സിസ്റ്റത്തിൻ്റെയും ഇന്ത്യയിലെ പൊതുബോധത്തിൻ്റെയും കണ്ണിലെ തീവ്രവാദി ആരാണ്? അത് മുസ്ലിമാണ്. ഇന്ത്യയിലെ ഭരണകൂടം എക്കാലത്തും തീവ്രവാദിയായി ഒരാളെ പ്രൊഫൈൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുസ്ലിം രൂപത്തെയാണ്, മുസ്ലിങ്ങളെയാണ്. നിങ്ങൾ നോർത്തിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള ആഘോഷ യാത്രകളൊക്കെ നോക്കി, അല്ലെങ്കിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഭീകരവിരുദ്ധ പ്ലോട്ടുകൾ, എന്താണ് പറയുക, ഈ നിശ്ചല ദൃശ്യങ്ങളൊക്കെ നോക്കും. അതിലെപ്പോഴും ഭീകരവാദിയായി, സ്റ്റേറ്റിൻ്റെ ശത്രുവായി, പോലീസിൻ്റെ വേട്ടമൃഗമായി അവതരിപ്പിക്കുന്ന എപ്പോഴും മുസ്ലിം ധരിച്ച ആൾക്കാരെയാണ്. സ്കൂളുകളിൽ നടത്തിയിട്ടുള്ള ഡെമോൺസ്ട്രേഷനിൽ പോലും താടിയും തൊപ്പിയുമുള്ള ആൾക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന, വീഴ്ത്തുന്ന, അവരുടെ അറുത്ത് കളയുന്ന അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ കണ്ടില്ലേ? കേരളത്തിൽ. യെസ്. അപ്പോൾ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റിൻ്റെ, ഇന്ത്യയിലെ പൊതുബോധത്തിൻ്റെ, പൗരസമൂഹത്തിൻ്റെ മുമ്പിൽ അത് മുസ്ലിമാണ്. ലോകത്ത് തന്നെ എടുത്താലും ആ പ്രശ്നമുണ്ട്. ഇപ്പം 9/11 ശേഷം ലോകത്ത് തന്നെ തീവ്രവാദികളെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കാമെന്നുള്ള ഗൈഡ് ലൈൻസ് പലതും പരിശോധിക്കുമ്പോൾ അതിനകത്തെല്ലാം ഈ പറഞ്ഞ മുസ്ലിം സംഗതികൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പണ്ട് മുതലേ അതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ മോദി വന്ന കാലത്തൊന്നുമല്ല, അതിന് മുമ്പ് തന്നെയും എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളെ സമീപിച്ചത്, തീവ്രവാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു എന്ന് നോക്കണം. ഇതിലെ ഭയങ്കര കൗതുകരമായ കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ പറയുന്ന സംഗതി ഇതാണ്: ഒരാൾ തീവ്രവാദ ചിന്താഗതിയിലേക്ക് വീണുപോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിൽ വളരെ രസകരമായ സംഗതികൾ, അല്ലെങ്കിൽ അപകടകരമായതെന്ന് പറയേണ്ട സംഗതി, പെട്ടെന്നൊരാൾ താടി വളർത്താൻ ശ്രമിച്ചാൽ, ഒരാൾ നിക്കാബ് ധരിക്കാൻ തുടങ്ങിയാൽ, അറബി വാക്കുകൾ പതിവായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ഒരാൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും അയാളുടെ ഇടപെടലിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയോ അത് കുറയ്ക്കുകയോ ചെയ്താൽ, വിദേശ യാത്രയ്ക്ക് ശേഷം പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ, ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശക്തമായ പ്രതിഷേധമോ അതൃപ്തിയോ പ്രകടിപ്പിക്കൽ, ഇതൊക്കെ ഒരാൾ തീവ്രവാദിയാവാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂടുന്ന കാര്യമാണ്. വലിയ തോതിൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കൽ, അങ്ങനെയുള്ള ആളെയും സൂക്ഷിക്കണം. LPG സിലിണ്ടറുകൾ വാങ്ങിക്കുകയോ അത് ശേഖരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. വനപ്രദേശത്തേക്ക് പതിവായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. ട്രക്കിങ്ങിന് പോകുന്നവരെ സൂക്ഷിക്കണം. ഗൾഫ്, അതിൻ്റെ കൂടെ ഈ പാക് കശ്മീരുണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ സൂക്ഷിക്കണം. അമോണിയം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. ഇതെല്ലാം ബോംബുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതിയാണെന്ന് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. വേറൊന്ന്, VPN ഉപയോഗിക്കുന്നവരെ സൂക്ഷിക്കണം. VPN ആൾ ഉപയോഗിക്കാം. മുസ്ലിങ്ങളും താടി വളർത്തിയ ആൾക്കാരും VPN ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യണം. അവർ സിഗ്നൽ അല്ലെങ്കിൽ എലമെൻ്റ് പോലുള്ള ആപ്പുകളുണ്ടല്ലോ, ഈ ആപ്പുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അംഗമാകൽ, അത് കുഴപ്പമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. വ്യക്തമായ വരുമാന മാർഗ്ഗമില്ലാതെ, പ്രത്യേകിച്ച് മൊണീറോ പോലെയുള്ള ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കൽ എന്നാണ്. പിന്നെന്താണ്, അറബി കോളേജുകളുമായോ മദ്രസകളുമായോ ബന്ധം പുലർത്തൽ. ആസൂത്രിത പ്രവർത്തനങ്ങൾക്ക് മുൻപ് ഇർത്തിക്കാഫ് അനുഷ്ഠിക്കൽ, പള്ളിയിൽ പോയി ഏകാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടിക്കാണ് ഇർത്തിക്കാഫ് എന്ന് പറയുക, രാത്രികളിലൊക്കെ പോയിട്ട്. അപ്പോൾ അങ്ങനെ പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. പിന്നെ ഇസ്ലാമികമായ തൻ്റെ ദൗത്യം നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഠനമോ ജോലിയോ പെട്ടെന്ന് ഉപേക്ഷിക്കൽ, ഇത്തരം ആൾക്കാരെ സൂക്ഷിക്കണം. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം തീവ്ര ആശയങ്ങളുള്ള മതനേതാക്കളുമായിട്ടുള്ള കണ്ടെത്തുക, അതൊക്കെ അവരെ കണ്ടെത്തി സന്ദർശിക്കുന്ന ആൾക്കാരെ കണ്ടെത്തണമെന്നൊക്കെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം പട്ടിക തയ്യാറാക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുക പോലുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ പുറത്തിറക്കുന്ന SOP-യിലുള്ളത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നേരത്തെ സികേഷ് പറഞ്ഞതുപോലെ, തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ മാത്രമാണോ? ഇന്ത്യയിൽ സമീപകാലത്ത് തീവ്രവാദ ആശയത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കലാപമുണ്ടാക്കിയിട്ടുള്ള ആളുകൾ, മനുഷ്യരെ കൊന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്ന് മാത്രമാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ആ ക്വസ്റ്റ്യൻ എടുക്കാൻ സംഘപരിവാര ഭരണകൂടം തയ്യാറല്ല എന്നാണ്. മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കുന്നവരാണ്. ഇപ്പോൾ ഈ സമീപത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നരമേധം നടക്കുന്ന ഒരു സംസ്ഥാനം മണിപ്പൂരാണ്. അവിടെ മണിപ്പൂരിൽ ആളുകൾ കൊല്ലുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കമ്പും വടിയും വെച്ച് കൊല്ലുകയാണോ? അല്ല, മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലുന്നത്. ഏറ്റവും അവസാനം 5 വയസ്സുള്ള കുഞ്ഞിനെയും അവൻ്റെ അമ്മയും പരിസരത്തുള്ള ആൾക്കാരെയും ഒരു വീടടക്കം ബോംബ് വെച്ച് തകർത്ത് മോട്ടാർ ഉപയോഗിച്ചിട്ടാണ്. തീവ്രവാദമല്ലേ? അതിനെ നമ്മുടെ ഒരു നിലയ്ക്കുള്ള അവിടെ നടക്കുന്ന ഒരു ഭീകരവാദ ആക്രമണം നടക്കുന്ന ഒരു സംഗതിയായിട്ട് അവിടെ മുമ്പ് വരുന്നില്ല. അവിടെ 240ഓളം ക്രിസ്ത്യൻ പള്ളികൾ സ്കെച്ചിട്ട് തകർത്ത് കളഞ്ഞു. നേരത്തെ ആസൂത്രിതമായ കലാപത്തിലൂടെ, സംഘടനത്തിലൂടെ. അതിനുപയോഗിക്കുന്ന മുഴുവൻ ആധുനിക തോക്കുകളാണ്. അതിൽ പലതും സ്റ്റേറ്റ് മെഷീനറിയുടെ ഭാഗമായിട്ടുള്ള തോക്കെടുത്തുകൊണ്ടാണ് പൊട്ടിക്കുന്നത്. അത് വരുന്നില്ല. മാവോയിസ്റ്റുകൾ, വലതുപക്ഷ ആശയക്കാരായിട്ടുള്ള ആൾക്കാർ, തീവ്ര ഹിന്ദുത്വവാദികൾ, ഇവരെ ആരെല്ലാം തരത്തിലുള്ള, പിന്നെ ഈ പറയുന്ന കളമശ്ശേരിയിലെ മാർട്ടിൻ, അവരൊക്കെ തീവ്രവാദികളല്ലേ? അവരെയൊക്കെ കണ്ടെത്താൻ ഈ SOP-യിൽ എന്താണുള്ളത്? ഓക്കെ, മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികളുണ്ട്. ഇവർ പറയുന്നത്, ഇവരുടെ ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഐഡിയ മറ്റേതാണ്. എന്താണ്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷേ തീവ്രവാദികൾ എല്ലാവരും മുസ്ലിങ്ങളാണ്.
ഇതിനകത്തൊരു കാര്യമുള്ളത്, മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികളുണ്ട്, അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ SOP അതിനെക്കുറിച്ച് മാത്രം മതിയോ? മറ്റതിനെ കണ്ടെത്താൻ എന്താണ് മാർഗം? അതായത് സംജോത എക്സ്പ്രസ്സിൽ സ്ഫോടനം നടത്താൻ പോകുന്ന സന്യാസിമാരെ കണ്ടെത്താൻ നമ്മുടെ മുമ്പുള്ള മാർഗം എന്താണ്? താടിയും മുടിയും വളർത്തിയ കാവ്യവേഷം ധരിക്കാൻ പെട്ടെന്ന് തുടങ്ങിയ ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണമെന്നുണ്ടോ? അതിന് ഉത്തരം പറയണമല്ലോ. കടുത്ത വിശ്വാസികളായിട്ട് മാറുന്ന മറ്റു മതവിശ്വാസികളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ആശയം കുറച്ച് ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ മാവോയിസ്റ്റുകളായിട്ട് ഇവിടെ പൊട്ടിക്കാൻ പോകണോ? അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. പഞ്ചാബ് ഞങ്ങളുടെ ജന്മദേശമാണ്, പഞ്ചാബ് ഗംഭീരമാണ് എന്ന് പറയുന്ന ആൾക്കാരെ അവർ ഖലിസ്ഥാൻവാദികളായി മാറാൻ പോവുകയാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഇതിനകത്തില്ല. ആകെപ്പാടെ നിങ്ങൾ ഭയപ്പെടേണ്ടതും സൂക്ഷിക്കേണ്ടതും ആരെയാണ്? ഈ പറയുന്ന മുസ്ലിങ്ങളെയാണ്. ഇതൊരു കാര്യമുണ്ട്. ഇത് പുറത്ത് വരുന്നതോടുകൂടി ചില ആൾക്കാർ രക്ഷപ്പെട്ടേക്കുന്ന അജിൻസ് പറയുമ്പോൾ ഇത് പുറത്ത് വരുമ്പോൾ സംഗതി കൂടുകയാണ്. എന്നുവെച്ചാൽ അയൽവക്കത്തുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും പോലീസിനും NIA-ക്കും കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഈ SOP പുറത്ത് വന്നല്ലോ. SOP എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ താടി വളർത്താൻ തുടങ്ങിയ ആളെക്കുറിച്ച് NIA-ക്ക് കംപ്ലയിൻറ്റ് അയക്കാൻ ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇതാ അവൻ മദ്രസയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് 3-4 ദിവസമായിട്ട്. അപ്പുറത്തുള്ള കുട്ടി മക്കനെ ധരിച്ചിരിക്കുന്നു, അവളെ ചോദ്യം ചെയ്യേണ്ട സന്ദർഭമായി തോന്നുന്നു. ഇവൻ ഗൾഫിൽ പോയി വന്നതിന് ശേഷം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്, ഇപ്പോൾ പോയിട്ടുണ്ട് വനപ്രദേശത്തേക്കാണെന്ന് തോന്നുന്നു. എന്തെല്ലാം കാരണങ്ങളുടെ പേരിൽ NIA-ക്ക് ഇനിയിപ്പോൾ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും പോലീസിനും DGP-ക്കും ഒക്കെ സംഘികളായിട്ടുള്ള ആളുകൾക്ക് പരാതി കൊടുക്കാൻ കഴിയും, അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ കഴിയും. അപ്പോൾ ടോട്ടൽ എൻറ്റയർ ഒരു കമ്മ്യൂണിറ്റി ആകമാനം സർവൈലൻസിൽ കൊണ്ടുവരിക, അവരെ എപ്പോഴും ഭയപ്പെടുത്തുക. ഇത് നോക്കൂ, സാധാരണ നിലയ്ക്ക് നമ്മൾ കാണേണ്ട കാര്യം, താടി വളർത്തുക എന്നുള്ളത് സിഖുകാർ താടി വളർത്തുന്നുണ്ട്, മുസ്ലിങ്ങളും താടി വളർത്തും, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഒരു സാധാരണ സംഗതിയാണ് നിങ്ങൾ തലം മറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ പണം പിൻവലിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് പോകുക വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കുക. തീവ്രവാദത്തിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയായിരിക്കുകയും മറ്റത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ചില പ്രാക്ടീസസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിരിക്കെ അതിനെ മാത്രമായി സംശയിക്കുന്നു എന്ന് പറഞ്ഞതിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. രണ്ടാമത്തെ, ഇത് ഭയങ്കരമായ ഡിബേറ്റ് ആളുകൾക്കിടയിൽ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ഈ SOP കാണുകയും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ആൾക്കാരെന്താണ് വിചാരിക്കുക? വളരെ സാമൂഹികമായ ഭയങ്കരമായ ഉയർന്ന ചിന്താഗതിയില്ലാത്ത മനുഷ്യന്മാർ വിചാരിക്കുന്നത് തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഇത് ധരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ താടി വളർത്തുന്ന ആൾക്കാർ തീവ്രവാദികളാണെന്ന ചിന്ത. അതിനെ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? കൂടുതൽ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ എത്രയോ കാലമായി ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റ് മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സബർബൻ ട്രെയിൻ സ്ഫോടനത്തിൻ്റെ കഥ ഏറ്റവും അവസാനം കണ്ട ഒന്നാണ്. ആ സീരീസ് ഓഫ് സ്ഫോടനങ്ങളുടെ പേരിൽ പിടിച്ച് ജയിലിലിട്ട മുഴുവൻ മനുഷ്യരെയും കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആരാണ് ആ സ്ഫോടനം നടത്തിയത് എന്ന് നമുക്കറിയില്ല. രാജസ്ഥാനിലും ഡൽഹിയിലും പല സ്ഥലങ്ങളിലും നടത്തിയ സ്ഫോടനങ്ങളിൽ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ട ചെറുപ്പക്കാർക്ക് ജയിൽ മോചനം കിട്ടുന്നു. നിങ്ങൾക്കെതിരായി തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നടത്തിയത് ആരാണെന്ന് ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചെറുപട്ടണങ്ങളിൽ തകർന്ന ബോംബുകൾക്കൊക്കെ പിന്നിൽ ആരായിരുന്നു എന്ന് ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള കുറ്റക്കാരെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം പേരിൽ, ഈ പൊട്ടിയ എല്ലാ ബോംബുകളുടെയും പേരിൽ ആദ്യം ജയിലിൽ അടയ്ക്കപ്പെട്ടത്, കശ്മീരിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് 8-10 വർഷം ജയിലിലിട്ട് കുറ്റക്കാരല്ല എന്ന പേരിൽ വിട്ടയച്ച എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന, വിചാരണ തടവിലായി കിടക്കുന്ന എത്രയോ പേരുണ്ട്, ചക്കരിയ അടക്കം. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടാൻ ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റ് എത്രയോ കാലമായിട്ട് ഇത്തരം ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു സംഗതി പുറത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ഒരു സംഘപരിവാർ ഗവൺമെൻറ് തയ്യാറാവും. അവരില്ലാത്ത സമയത്ത് ഇതെല്ലാം ഗംഭീരമായിരുന്നു. P. ചിദംബരം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എല്ലാം ഗംഭീരമായിരുന്നു. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെല്ലാം ഒരേ സമീപനമായിരുന്നു സ്റ്റേറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെയല്ല, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ തീവ്രവാദ വേട്ടയുടെ പേരിലായാലും ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിൻ്റെ പേരിലായാലും ഒരു പ്രത്യേക വിഭാഗം മനുഷ്യന്മാരെ വേട്ടയാടാൻ എല്ലാ കാലത്തും ഭരണകൂടത്തിനകത്തെ ഡീപ്പ് സ്റ്റേറ്റും പോലീസും അടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് പുറത്തു വരികയും ഇത് കൂടുതൽ ആളുകൾ അറിയുകയും ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ ആളുകൾക്കിടയിൽ വലിയ വിഭജനം ഉണ്ടാക്കാനും പരസ്പര അവിശ്വാസം ഉണ്ടാക്കാനും ഭയപ്പെടുത്താനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇത് ആളുകൾക്കിടയിൽ സാധാരണ നിലയ്ക്ക് താടി വളർത്തിയ ആൾക്കാരോട് സൗഹൃദമുള്ള, നിക്കാബ് ധരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ തലമറയ്ക്കുന്ന ആൾക്കാരോട് സൗഹൃദമുള്ള മനുഷ്യന്മാർക്കിടയിൽ പരസ്പര അവിശ്വാസം വളർത്തുകയാണ്. ഇവൻ തീവ്രവാദിയായിരിക്കും, ഇവൻ ഗൾഫിൽ പോയി വന്നിട്ടുണ്ട്, ഇവൻ പൊട്ടിക്കാൻ നടക്കുകയായിരിക്കും എന്നൊക്കെയുള്ള ഭയപ്പാടുണ്ടാക്കുക കൂടി ചെയ്യാണ്. കേവലമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി മാത്രമല്ല, ഈ സാമൂഹികമായ വിഭജനം ഉണ്ടാക്കാനുള്ള വലിയ പരിപാടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു അജണ്ട എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിന് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് പോലും ഇത് വലിയൊരു വാർത്തയായിട്ട് തോന്നണം എന്നില്ല. ശരിയാണല്ലോ, ശരിയാണല്ലോ. ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പുറത്ത് ഇവിടെ വന്നതിന് ശേഷം
അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം കാണിക്കുന്ന ആൾക്കാർ തീവ്രവാദത്തിലാവാൻ ചാൻസ് ഉള്ളവരല്ലേ? അത് സ്വാഭാവികമായിട്ടല്ലേ? അതിപ്പോൾ സാധാരണ നിലയ്ക്കുള്ള ഒരു ശാസ്ത്രീയമായ രീതിയല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. അങ്ങനെ പറയുന്ന ആൾക്കാരെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പൊതുബോധത്തിൻ്റെ തീവ്രവാദ ഇമേജറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് മുസ്ലിം പുരുഷനാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നു തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അവർക്കൊരു വാർത്തയുമാവില്ല.